സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്നുള്ളൊരു പാട്ട്. ആ പാട്ടിനെ, ആ ഒരു കവിതയെ സർവകലാശാല ഒരു പാഠ്യ വിഷയമാക്കി എടുത്തതും അതിനെ വലിയ രീതിയിൽ കേരളത്തിലുള്ള എല്ലാ ആരാധകരും അതിനെ ഒന്നടങ്കം സ്വീകരിച്ചതും മാധ്യമങ്ങളടക്കം ഒന്നടങ്കം സ്വീകരിച്ചതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഒരു കലാകാരന് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരമാണ് അദ്ദേഹത്തിന് നമ്മുടെ സർവകലാശാല കൊടുത്തത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു, വേറെ ആർക്കും എന്തുകൊണ്ടാണ് വിഷമമൊന്നും വരാത്തതെന്ന്. ശശികലയുണ്ട്, മധുണ്ട്, അങ്ങനെ കുറെ BJPയുടെ മുഖ്യ പക്ഷത്തിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊന്നും എന്താ ഇനിയും വിഷമമൊന്നും ഉണ്ടായിട്ടില്ല, ഇനിയും കരച്ചിലിന്റെ സമയമാണല്ലോ, എന്തുകൊണ്ട് ഇവർ കരയുന്നൊന്നുമില്ലെന്നും മെഴുകുന്ന കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ BJPയുടെ കുരുപൊട്ടൽ വീണ്ടും അങ്ങ് തുടങ്ങി. നമുക്കറിയാം BJPക്കാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത്, BJPക്കും RSSനുമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ആ കുരുപൊട്ടലിന്റെ ഫലമായിട്ട് നമ്മൾ ഒരുപാട് ഈ പറയുന്ന വിഷ ജന്തുക്കളെ നമ്മൾ കണ്ടതാണ്. ചാണകം തിന്ന് ജീവിക്കുന്ന, തലയിൽ തലച്ചോറിന് പകരം ചാണകച്ചോറിരിക്കുന്ന, അല്ലെ ചാണകം ഇരിക്കുന്ന ചെറു വാണങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ മധു, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ശശികല, പിന്നീട് ഇപ്പോൾ ഒരുത്തം കൂടി വന്നിട്ടുണ്ട്, ഒരു BJPയിലുള്ള ഏതൊരു കിഴങ്ങനാണ്. ഇവരൊക്കെ ഏതാണെന്ന് പോലും അറിയില്ല. ഇവരുടെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ വേടന്റെ പേര് പറയും. ഇപ്പം ഞാൻ നാളെ വേടനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന സ്വീകാര്യത എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ വേടനെ കുറ്റം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്താൽ എന്നെ എത്ര പേര് ചീത്ത വിളിക്കാനായിട്ട് എൻ്റെ വീഡിയോ കാണുമെന്ന് അറിയോ, ലക്ഷങ്ങൾ എനിക്ക് വ്യൂ കിട്ടും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ എനിക്കൊരു പബ്ലിസിറ്റി ആവും, അതോടൊപ്പം എന്നെ കുറേ പേര് അറിയപ്പെടും, ഞാൻ എവിടെ പോയാലും എൻ്റെ ഫേസ് വാല്യൂ കിട്ടും. അത് വേടനെ കുറ്റം പറഞ്ഞിട്ടാണ്. പിന്നീട് ഞാൻ പറയും, അയ്യോ അത് പാവം വ്യക്തിയായിരുന്നു, വേടനെ പറ്റി ഞാൻ അറിയാതെ പറഞ്ഞു, അല്ലെ വേടനെ പറ്റി എനിക്ക് മനസ്സിലാവാതെ എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നീടാണ് വേടനെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേടൻ നല്ല വ്യക്തിയാണെന്ന്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞ് ഇപ്പോൾ ജാസി ഗിഫ്റ്റ്, MG ശ്രീകുമാറൊക്കെ ചെയ്ത പോലെ ചെയ്യാം. പരിപാടിയൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരും അറിയപ്പെടാതെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ ലോകം മൊത്തം അറിയും. കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയാണ് ലോകം മുഴുവൻ എന്നുള്ളത് മനസ്സിലാകുന്നത് കൊണ്ട് ഇങ്ങനെ ചില പാഴ് വസ്തുക്കൾ, അല്ലെ പാഴ് ജന്തുക്കൾ ഈ പരിപാടിക്ക് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ BJPയിൽ ഒരു നേതാവ് ഇപ്പോൾ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതായത് സർവകലാശാല വേടന്റെ പാട്ടിനെ പാഠ്യ വിഷയമാക്കിയതിന് കുരു പൊട്ടിക്കൊണ്ടാണ് BJP ഇറങ്ങിയത്. BJPക്ക് മാത്രമേ കുരുപൊട്ടലുള്ളൂ. എന്തുകൊണ്ടാണ് BJP കാണിക്കുന്ന തന്തയില്ലായ്മ BJP കാണിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്ര കുരുപൊട്ടുന്നത്. അത് മറ്റുള്ളവർ അറിയുമെന്നുള്ള പേടിയിൽ നിന്നാണ് ഇവരുടെ ഈ കുരുപൊട്ടൽ ഉരുത്തിരിഞ്ഞു വരുന്നതും. അപ്പോൾ ഈ വേടന്റെ ഞാൻ ഭൂമിയിൽ വാഴുന്ന ഇടം എന്ന് പറയുന്ന ആ ഒരു പാട്ടിൽ, അല്ലെങ്കിൽ ആ ഒരു കവിതയിൽ കുറെ നല്ല വരികളുണ്ട്. ശ്രീലങ്കയിലെയും അതേപോലെ തന്നെ പാലസ്തീനിലെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്, ആ ഒരു കവിതയിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ വേടന്റെ ഒരു വരിയാണ്, ആസിഫയിൽ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അത് നമുക്കറിയാം, BJPയിലുള്ള തന്തയില്ലാത്തവന്മാർ ഒരു ക്ഷേത്രത്തിലിട്ടൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റിയാണ് വേടൻ ആ കവിതയിൽ പറയുന്നത്. വേടന്റെ ഓരോ കവിതകളിലും ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ആശയങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത ഒരുപാട് അടിച്ചമർത്തലുകളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാത്ത ഈ പറയുന്ന നായിന്റെ മക്കളൊക്കെയാണ് വേടനെ വിമർശിക്കാൻ വരുന്നത്. നമുക്ക് പോലും ഇരുന്ന് വായിച്ചാൽ അല്ലെ കേട്ടാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് 10ാം ക്ലാസ് വരെ പോലും പോകാത്തൊരു വ്യക്തി അവൻ എഴുതി ഒരു കവിതാ രൂപേണ, ഒരു റാപ്പ് രൂപേണ നമ്മുടെ ഈ കേരളത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാടുന്നൊരു പാട്ടിനെ മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം തന്നെയാണ് വേടന്റെ പാട്ടിനെയും സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ടും വേടന്റെ പാട്ട്, കഞ്ചാവോളിയുടെ പാട്ട് എന്തുകൊണ്ട് സർവകലാശാല തിരഞ്ഞെടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു അനുഗ്രഹീതനായ കലാകാരൻ, അയാൾ ഒന്നും ഉപയോഗിക്കാത്ത ഒരു പാവം പിടിച്ച മനുഷ്യനായിരുന്നുവെന്ന് നിന്നോട് ആരാടാ ചാണകസംഖ്യ പറഞ്ഞത്? എടാ, നിനക്കൊക്കെ വല്ലതും അറിയാവോ? ചാണകം തിന്ന് ചാണകത്തിന്റെ മണത്തിൽ കിടന്ന് മെഴുകാനല്ലാതെ നിനക്കൊക്കെ വല്ല വിവരമുണ്ട്? ലോകപരിചയമുണ്ട്? ഒരു ലോകപരിചയവും ഇല്ലാത്ത വെറും മരപ്പാഴുകളാണ് നീയൊക്കെ. അതായത് ഈ പറയുന്ന നമ്മുടെ മധുവിന്റെ സ്വഭാവം നമ്മൾ കണ്ടതാണ്, മുഖ്യ പത്രാധിപനാണ്, എന്നിട്ട് വിവരമില്ല. ഈ ശശികല ടീച്ചർ എന്ന് പലരും വിളിക്കും. ശശികലയ്ക്ക് പോലും ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അങ്ങനെയുള്ള പല ആളുകളും പല വിമർശനമായിട്ട് വന്നു. ഇതിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടി എവിടെയെങ്കിലും കിടന്ന് കുരച്ചോട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ കുരയ്ക്കുന്ന പട്ടികളാണ് BJP, RSS. നമ്മളാരും വകവെക്കാൻ പോകുന്നില്ല. പക്ഷേ യുവമാരി കാണിക്കുന്ന തന്തയില്ലായ്മയ്ക്ക് ഒരു അറുതി വേണ്ടേ, ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു വ്യക്തിയെ എത്രത്തോളം വിട്ട് ഇങ്ങനെ ക്രൂശിക്കാൻ പറ്റും? അപ്പോൾ അതിനെല്ലാം വേടൻ മറുപടി കൊടുക്കുന്നതും ഒക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വേടൻ അതിന് കൊടുക്കുന്ന മറുപടി, ഞാൻ ചെയ്യുന്നത് ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും, അതിന് കുരയ്ക്കാവുന്നവരൊക്കെ കുരച്ചോട്ടെ എന്നുള്ള രീതിയിലാണ് വേടൻ പറയുന്നത്. അപ്പോൾ ആദ്യം വേടന്റെ ഒരു കവിത പാഠ്യ വിഷയമാക്കിയതിനെ പറ്റി, നമ്മുടെ ഈ സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കിയതിനെ പറ്റി ഈ BJP പ്രവർത്തകൻ എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയതിനു പിന്നാലെ ഇപ്പോൾ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരിക്കുകയാണ്. BJP നോമിനി ആയിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗം AK അനുരാജാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളും മദ്യവും ഉപയോഗിക്കുന്ന ആളാണ് താനെന്നും ഇത് വരും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണെന്നും സ്വയം സമ്മതിച്ച ആളാണ് വേടൻ. പാട്ട് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിന് ഈ വേടൻ
വേടനെ അറസ്റ്റിലായ സംഭവം ഉൾപ്പെടെ ഈ കത്തിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗായകനായ ഇയാളുടെ പല വീഡിയോകളും ഇയാൾ മദ്യം നിറച്ച ഗ്ലാസുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വേടന്റെ രചന പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നത് ഇയാൾ ജീവിതത്തിൽ പിന്തുടരുന്ന അനുകരണീയമല്ലാത്ത വഴികൾ പകർത്താൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കൽ കൂടിയായി തീരുമെന്ന ആശങ്കയുണ്ടെന്നും ഡോക്ടർ AK അനുരാജ് കത്തിൽ പറയുന്നു. മറ്റ് ഏതെങ്കിലും പ്രമുഖരായ എഴുത്തുകാരുടെയോ സംഗീതജ്ഞരുടെയോ കാമ്പുറ്റ രചനകൾ പഠനഭാഗമാക്കണമെന്നും ഈ കത്തിൽ ഇയാൾ ഡോക്ടർ AK അനുരാജ് അഭ്യർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ 4ാം സെമസ്റ്റർ BA മലയാളം പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ട് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് എത്തിയിരുന്നത്. ഇതൊരു കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്നൊരു വിഭാഗത്തിലാണ് ഈ പാഠ്യഭാഗം ഉൾപ്പെടുത്തിയത്. മൈക്കിൾ ജാക്സന്റെ ഗാനവും വേടന്റെ ഗാനവും തമ്മിലുള്ള സമാനതകൾ, രണ്ടും പ്രതിഷേധ ഗാനമാണ്. രണ്ട് ഗാനങ്ങൾ തമ്മിലുള്ള സമാനതകൾ വിലയിരുത്തുന്നതിനാണ് ഈ പാഠ്യഭാഗം ഉൾപ്പെടുത്തിയത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. ഈ ചൂട് കുറയ്ക്കാനായിട്ട് ക്ലാസ് മുറിയിൽ ഒരു ചാണകം കൊണ്ട് മെഴുകിയ ഒരു അധ്യാപികയെ നമ്മൾ ഇടയ്ക്ക് കണ്ടതാണ്. പിള്ളേരെല്ലാം അവിടെ പോയി പിന്നെ ടീച്ചറിന്റെ മുറിയിൽ അങ്ങ് മെഴുകി, പിന്നെ ആ കടി അങ്ങ് തീർന്നു എന്ന് പറഞ്ഞാലും എന്തൊരു കഷ്ടമൊക്കെയാണല്ലേ. തലയിൽ ആൾതാമസമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മനുഷ്യൻ മാറാൻ പറ്റും. ഒരു പാർട്ടി ഇതുപോലെയുള്ള ആളുകളെ മാത്രം വെച്ചുകൊണ്ട് ഒരു പാർട്ടി എങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും? ഇപ്പോഴല്ലേ വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വന്നപ്പോഴാണ്, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഉയർന്നു വന്നപ്പോഴാണ് ഇവന്മാരുടെയൊക്കെ ഈ സവർണ അവർണ മനോഭാവങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ തന്തയില്ലായ്മ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവന്മാർ ഇനി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, ഇതിൻ്റെ ഒരു അവസാനം വരാൻ പോകുന്നില്ല. ഇവന്മാരുടെയൊക്കെ മനസ്സിൽ ഈ പറയുന്ന ഹിന്ദുക്കൾ മാത്രം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഉന്നത കുലജാതന്മാർ മാത്രം മതി, പൂണൂലിട്ടവന്മാർ മാത്രം മതി നമ്മുടെ ലോകത്ത്, ബാക്കിയുള്ളവരെല്ലാം അടിച്ചമർത്തണം, ബാക്കിയുള്ളവർ ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു മനോഭാവമാണ്. ഈ മനോഭാവത്തിനെയാണ് ഇവിടെ വേടൻ എതിർക്കുന്നത്, അല്ലെങ്കിൽ വേടന്റെ കവിതകൾ എതിർക്കുന്നത്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന തന്തയില്ലായ്മയും കൊള്ളരുതായ്മകളെയും എല്ലാം വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കവിതകളിൽ കൂടി, അയാളുടെ പേനയുടെ മഷികളിൽ വിരിയുന്നത് ആ ഒരു അടിച്ചമർത്തലുകളാണ്. ആ അടിച്ചമർത്തലുകൾ കവിതാ രൂപേണ അവതരിപ്പിക്കുമ്പോൾ ഭയങ്കര അസഹിഷ്ണുതയാണ് കേട്ടോ BJPക്ക്. എന്തുകൊണ്ടാണ്? കാരണം ഇതിനകത്തിൽ അറിഞ്ഞുകൊണ്ട് BJP എന്ന് പറയുന്ന, അല്ലെ RSS എന്ന് പറയുന്ന വർഗീയവാദികൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതെല്ലാം മറ്റുള്ളവർ അറിയുമെന്നുള്ള, അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തുണ്ടാവും എന്നുള്ളൊരു പേടിയിൽ നിന്നാണ് ഈ പറയുന്ന വേടനെതിരെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇവന്മാർക്ക് ഈ ധൈര്യം വന്നതും ഈ തന്തയില്ലായ്മ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. വേടൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, വേടൻ ഇപ്പോൾ പറഞ്ഞു ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, അങ്ങനെയുള്ളൊരു വ്യക്തിയെ മാതൃകയാക്കാൻ പാടില്ല, ഇത് പിള്ളേർക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കും. എടാ, നിനക്കൊക്കെ ഇവിടെ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞനുജനെ കൊലപ്പെടുത്തിയ കുറച്ച് പ്രതികളുണ്ട്. ഇവന്മാരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇവന്മാർക്ക് പോലീസുകാർ പൂർണ്ണ സംരക്ഷണം കൊടുത്ത് പരീക്ഷ എഴുതി പരീക്ഷാഫലവും പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇവന്മാർക്ക് പഠിക്കാനുള്ള സംവിധാനവും ഒരുക്കി കൊടുത്ത് നമ്മുടെ ഒരു ഹൈക്കോടതി ഉണ്ട് ഈ നാട്ടിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹൈക്കോടതി ഉള്ളിടത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ പറഞ്ഞത് ഇത് പിള്ളേരെ വഴിതെറ്റിക്കുമെന്നാണ്. അപ്പോൾ ഈ ഷഹബാസിനെ കൊന്നവന്മാർ, അല്ലെങ്കിൽ ഇവന്മാരുടെ ഒരു പരിപാടി അവന്മാർ ആദ്യമേ പറയുകയുണ്ടായി, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളെ പിടിക്കത്തില്ല, കാരണം കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും പോലീസ് കേസെടുക്കില്ല. അവന്മാർ പറഞ്ഞതുപോലെ ആ ചെറിയ പ്രായത്തിൽ അവന്മാർ അത്രയും കാര്യങ്ങൾ കണക്ക് കൂട്ടിയെങ്കിൽ അത് തന്നെയാണ് സത്യമായതും. അവന്മാർക്കെതിരെ കേസെടുക്കാനായിട്ടൊരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലേക്ക് കോടതി പോയി. അങ്ങനെ ഒരു പരിപാടി, അങ്ങനെ ഒരു തന്തയില്ലായ്മ ഈ നാട്ടിൽ നടന്നിട്ട് അതിനെപ്പറ്റി ഒരു ചെറുവിരൽ അനക്കാൻ നിന്നെ കൊണ്ടൊക്കെ സാധിച്ചോ? നിങ്ങൾ ഈ പറയുന്ന ആധുനിക തലമുറയിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവരുടെ അറിവിനും വിവേകത്തിനും, എങ്കിൽ അവർ വഴിപിഴച്ച് പോകാതിരിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല? ഷഹബാസിന്റെ വിഷയം ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. അതുപോലെ ഒരു 1000 പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെതിരെ ഒന്നും ഒരു ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത BJP RSS എന്ന് പറയുന്ന വർഗീയ പാർട്ടികൾ ഇപ്പോൾ വന്നിട്ട് പറയാണ് വേടന്റെ പാട്ട് മറ്റുള്ള പിള്ളേരെ വഴിപിഴപ്പിക്കും, പിള്ളേർക്ക് പഠിക്കാനുള്ള ആധുനിക തലമുറയിൽപ്പെട്ട ആളുകളുടെ തലയിലേക്ക് ജാതിയും മതവും കുത്തിവെക്കുകയാണ്, വേടൻ കഞ്ചാവോളിയാണ്, വേടൻ ലഹരിക്ക് അടിമയാണെന്ന്. എന്ത് യോഗ്യതയാണ് നിനക്കൊക്കെ പറയാനുള്ളത്? നിന്റെയൊക്കെ നേതാക്കന്മാർ വരെ ഹാൻസും വെച്ചുകൊണ്ട് ശബരിമല കയറുന്നതൊക്കെ ഉള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. കൂടുതലൊന്നും പറയിപ്പിക്കരുത്. തന്തയില്ലായ്മ കാണിച്ചിട്ട് അതിനെ അങ്ങ് ന്യായീകരിക്കുകയാണ്. അതിന് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കിഴങ്ങും അറിയാത്ത ഹിന്ദു ഐക്യവേദിയുടെ ഒരു മുഖ്യ രക്ഷാധികാരിയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വാണങ്ങളും. എന്തോ ഒരു കഷ്ടമാണ്. അപ്പോൾ ഇതിന് വേടൻ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. ഇതാണ് എൻ്റെ ജോലി, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും, നിർത്താൻ ഒരു ഉദ്ദേശവുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് വേടൻ കൊടുക്കുന്നൊരു മറുപടി ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാം. എന്താണ് ഈ BJPക്കാര് വിടാതെ കൂടിയേക്കണല്ലോ? ഇപ്പൊ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗം പറഞ്ഞിരിക്കുന്നത് വേടന്റെ പാട്ട് പഠിപ്പിക്കരുതെന്നാണ്. എന്താണ് ഇങ്ങനെ പുറകെ നടന്ന് കേട്ടാണെന്ന് നമുക്കറിയില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഈ പാട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോകുമ്പോഴെങ്കിലും എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന്. അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനിപ്പോൾ പാട്ട് പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും, യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത്. പാട്ട് അവിടെ തന്നെയുണ്ട്. പാട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി പാട്ട് കേൾക്കാം. അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ലെങ്കിലും നിങ്ങളെല്ലാവരും പാട്ട് കേൾക്കും എന്തായാലും. ഇത് വേടന്റെ നിലപാടിനോടുള്ള ഒരു പദവോക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും
തീർച്ചയായും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ലൈക്ക് പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണ്. എന്താണ് ഇത്തരക്കാരോടൊക്കെ വേണമെന്ന് പറയാനുള്ളത്? ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇതെൻ്റെ പണിയാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്ന് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരിങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ വീണ്ടും 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 ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സൈനേട്ടാ. അപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ ഇത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇതെൻ്റെ ജോലിയാണ്, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ, വേടൻ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ? വേടന്റെ പാട്ടിനെ അവിടെ പാഠ്യ വിഷയമാക്കിയതിൽ BJP പ്രവർത്തകൻ അങ്ങ് ഭയങ്കരമായിട്ട് വിഷമം, അല്ലെങ്കിൽ അങ്ങ് കുരുപൊട്ടൽ, മണ്ടന്മാരാണെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ സാമാന്യ ബോധമുള്ള ഒരുത്തൻ പോലും ഇല്ലേ? അങ്ങനെ ഒരുത്തൻ പോലും ഇല്ലാത്തൊരു പാർട്ടിയാണോ ഈ BJP അല്ലെ RSS എന്ന് പറയുന്നത്? കഷ്ടമാണ്. BJP പറയുന്നത് വേടൻ്റെ മാതൃകയല്ലാത്തൊരു വ്യക്തിയാണ്, കഞ്ചാവോളിയാണെന്നാണ്. അവിടെ വേടനെ പറ്റിയല്ല പഠിക്കുന്നത്, വേടൻ്റെ പാട്ടുകളാണ്. ആ വേടൻ്റെ പാട്ടുകൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേടൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും വേടൻ എന്താണെന്നുള്ളതും ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട ആളുകൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഇപ്പോൾ എല്ലാം നെറ്റിൽ സെർച്ച് ചെയ്താണല്ലോ എല്ലാവരും കണ്ടുപിടിക്കുന്നത്. അതുപോലെ കണ്ടുപിടിക്കുമ്പോൾ വേടനെതിരെ സംസാരിച്ച കാര്യങ്ങൾ ആരൊക്കെയാണ് സംസാരിച്ചതെന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാവും. അങ്ങനെ വരുമ്പോൾ ആധുനിക തലമുറയിൽ വരുന്ന ലക്ഷക്കണക്കിന് പിള്ളേരെ, യുവജനത, യുവതലമുറ, ന്യൂ ബ്ലഡ്, ഇവരിതെല്ലാം മനസ്സിലാക്കും. മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് നിലനിൽപ്പാണ് BJPക്ക് ഉണ്ടാവുക? ഇന്നത്തെ ആധുനിക തലമുറയിലുള്ള പിള്ളേരെല്ലാം ആധുനികമായിട്ടാണ് ചിന്തിക്കുന്നത്. അവർക്കിടയിൽ ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വിവേചനമില്ല എന്നൊക്കെയാണ് നമ്മുടെ BJP പ്രവർത്തകരെല്ലാം പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് വേടന്റെ പാട്ടുകൾ വരുമ്പോൾ വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഈ തന്തയില്ലായ്മയും കൊള്ളരുതായ്മകളും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഇതിനെ ആരാണ് ഈ വളം കൊടുത്ത് വലുതാക്കിക്കൊണ്ട് വരുന്നതെന്നുള്ളതും അവർക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുമ്പോൾ അത് ഞങ്ങൾക്കൊരു പ്രശ്നമാവുമല്ലോ എന്നുള്ളൊരു പേടിയാണ്. ശരിക്കും വേടൻ ഇവിടെ BJP ആണ് വർഗീയവാദികളെന്നൊന്നും വേടൻ പറയുന്നില്ല, രാജ്യദ്രോഹികളെന്നൊന്നും പറയുന്നില്ല. പക്ഷേ BJP സ്വയമേ ചിന്തിക്കുകയാണ്, മച്ചമ്പി അത് ഞങ്ങൾക്കിട്ടുള്ള പണിയാണല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഈ മനസ്സിലുള്ള ഈ ഉന്നതകുല ജാതനാണെന്നുള്ളൊരു വിചാരവും, അല്ലെങ്കിൽ ഉന്നത കുലത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുകയുള്ളൂ, ഞങ്ങളുടെ മുന്നിലും പിന്നിലും എല്ലായിടത്തും നിർത്തുകയുള്ളൂ, ഈ സമൂഹത്തിലും അങ്ങനെയുള്ളവർ മതി എന്നുള്ളൊരു വിചാരമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ് നമ്മളിവിടെ കാണുന്നത്. ആ ചിന്താഗതി കൊണ്ട് ഇവർ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഈ വേടനെ അങ്ങ് അടിച്ചമർത്താനാണ് നോക്കുന്നത്. വേടന്റെ ഒരു വരിയുണ്ട്, ഒരു വേടൻ പോരിൽ വീണാൽ 1000 വേടൻ വീണ്ടും പിറക്കും എന്ന് പറയുന്ന പോലെയാണ്. ഒരു വേടനെ നിങ്ങൾ ഇല്ലാതാക്കിയാൽ 1000 വേടന്മാർ ഇനിയും വരും. വേടനെ പോലെ സംസാരിക്കാൻ വേടന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ വേടൻ ഇനിയും സംസാരിക്കുക തന്നെ ചെയ്യും, ആ വേടനെ ഇനിയും അനുകൂലിക്കുക തന്നെ ചെയ്യും. ആ വേടന് കൊടുക്കാവുന്ന എല്ലാ പിന്തുണയും കേരളത്തിലെ എല്ലാ ജനങ്ങളും കൊടുക്കുകയും ചെയ്യും എന്നുള്ളൊരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളാണെന്നുള്ളത് അറിയാം, എങ്കിലും പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഈ KGF-ൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു ഉപദേശം തരാം സാർ, നിങ്ങൾ ഒരിക്കലും അയാളെ എതിർക്കാൻ പോകരുത്. കാരണം അയാൾ ഈ പണച്ചാക്കുകൾക്കിടയിലോ അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ടോ ഒന്നും അല്ല ജനിച്ചു വീണത്. അയാൾ ജനിച്ചു വീണത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മകളുടെ നടുവിലാണ്. അതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞതും മാത്രമല്ല, സ്വന്തം ജീവിതത്തിലും അതെല്ലാം അനുഭവിച്ചൊരു വ്യക്തിയാണ് വേടൻ. ആ ഒരു വേടൻ, ഈ തീയിൽ കൊരുത്തവന് വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറയുന്ന പോലെ എല്ലാം അനുഭവിച്ച് വന്നവന് നമ്മുടെ സമൂഹത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ മനസ്സിലാക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ അറിഞ്ഞ് ഇനി അത് നാളെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് വേടൻ ഈ പറയുന്ന രീതിയിൽ കവിതകൾ എഴുതുന്നതും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും രാഷ്ട്രീയവും എല്ലാം എല്ലാവരും ഏറ്റെടുക്കുന്നതും. അത് വേടൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതിനിധിയായിട്ടാണ്. ആ ഒരു പ്രതിനിധിയാണ് നമ്മുടെ കേരളത്തിന് ആവശ്യം. നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതിൽ എല്ലാവരും ഒരുപാട് പ്രവർത്തകരുമുണ്ട്. പക്ഷേ അവരാരെ കൊണ്ടും അവർക്ക് മുന്നോട്ട് വെക്കാനോ അല്ല അവർക്ക് പറയാനോ കഴിവില്ലാത്ത കാര്യങ്ങളാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നിലേക്ക് വെക്കുന്നതും. വേടൻ അതിനെയാണ് തുടച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നതും. അങ്ങനെ തുടച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പേടി, അതൊരു വല്ലാത്ത പേടി തന്നെയാണ് കേട്ടോ. വേറെ ആർക്കുമില്ല ഒരു പേടി, BJPക്ക് മാത്രമാണ് ഈ പേടി. മൈക്കിൾ ജാക്സൺ വലിയ പാട്ടുകാരനാണെന്നുള്ള രീതിയിൽ, അല്ലെ മൈക്കിൾ ജാക്സൺ ഒന്നും ഉപയോഗിക്കാത്ത ഒരു പുണ്യാളനായിരുന്നു, അതുകൊണ്ട് മൈക്കിൾ ജാക്സന്റെ താരതമ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യണ്ടേ. വേടൻ കഞ്ചാവോളിയാണെങ്കിൽ മൈക്കിൾ ജാക്സൺ എന്തായിരുന്നു? നമ്മൾ വെറുതെ ഒരു മരിച്ച ഒരു വ്യക്തിയെ പറ്റി പറയുന്നതല്ല. എന്നിരുന്നാൽ പോലും താരതമ്യം ചെയ്യുമ്പോൾ ബേസിക് മാനേഴ്സ്, അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വേണ്ടേ? ഒരാളെ പറ്റി പറയുമ്പോൾ അത് വേറെ ഒരു പാഠ്യ വിഷയമാക്കിയ ഒരു കവിത അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാട്ട് അവിടെ ഉണ്ട്. ഇതെല്ലാം പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കവിതയാണ്. വേടന്റെ കവിത എന്ന് പറയുമ്പോൾ വെറും പ്രതിഷേധാത്മകമായിട്ടുള്ള ഒന്നല്ല. വേടന്റെ കവിത എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദവും അവന്റെ രാഷ്ട്രീയവുമാണ്. ആ രാഷ്ട്രീയവും ആ ശബ്ദവുമാണ് വേടൻ ഉയർത്തി കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു വ്യക്തി മുന്നിലേക്ക് നിൽക്കുന്നുവെന്ന് മാത്രം, അതിന്റെ പേര് വേടൻ എന്നായിരുന്നു എന്ന് മാത്രം. അങ്ങനെയുള്ളപ്പോൾ ഭയങ്കരമായിട്ടുള്ള അസഹിഷ്ണുതയാണ് നമ്മുടെ BJP RSS പ്രകടിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ ഈ BJP RSSനെ വീണ്ടും വീണ്ടും തന്തയില്ലാത്തമാരെ വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവന്മാർ കാണിക്കുന്ന ഈ പരിപാടി തന്നെയാണ്, ഈ തോന്നിവാസം തന്നെയാണ്. ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതാരും ചോദ്യം ചെയ്യുന്നുമില്ല, ആരും പ്രതികരിക്കുന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവന്മാർ വേടനെ അടിച്ചമർത്താനായിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്യും.
അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ വേടന്റെ അന്നും ഇന്നും എന്നുമുള്ള നിലപാടുണ്ടല്ലോ, ആ നിലപാടാണ് ആണത്വം എന്ന് പറയുന്നത്. അല്ലെ, ഒറ്റ തന്തയ്ക്ക് പിറന്നവനും നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് വേടൻ, അല്ലെങ്കിൽ ആ വ്യക്തിത്വമാണ് വേടൻ. അതുപോലും ഈ BJP-യിലുള്ളവന്മാർക്ക് മനസ്സിലാവില്ല. അവന്മാർ എത്രയൊക്കെ കിടന്ന് കുരി പൊട്ടിയിട്ടും എത്രയൊക്കെ പ്രഹസനങ്ങൾ കാണിച്ചിട്ടും കേരളത്തിലെ ഒരു കുഞ്ഞു പോലും വേടനെ കുറ്റം പറയുന്നില്ല. ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ, BJP-യിലുള്ളവർ തന്നെ വേടനെ അനുകൂലിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് പരസ്യമായിട്ട് വന്ന് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയാനുള്ളൊരു മടി കൊണ്ടോ, അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള പേടിയുണ്ടോ അവർ മിണ്ടാതിരിക്കുന്നതാണ്. ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ വേടന്റെ പാട്ട് ശശികല അടക്കം എല്ലാവരും കേൾക്കുന്നതാണ്, മധുവും എല്ലാം കേൾക്കുന്നതാണ്. അത് കുറ്റം പറയാനായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ, വേറൊന്നുമല്ല. അങ്ങനെ കേട്ടിട്ട് ഒരു കുറ്റം വന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ലോജിക്കുള്ള കാര്യം പറഞ്ഞാലല്ലേ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. ഒരു ലോജിക്കും ഇല്ലാതെ തൻ്റെ വായിൽ തോന്നി എന്തെങ്കിലും വന്ന് പറയാനായിട്ടാണ് ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തേങ്ങ കിട്ടാനാണ്? പേരിൽ കുറച്ച് അറിയപ്പെടാം. മധു എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. അതേപോലെ തന്നെ ശശികലയെ എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വിഷജന്തുവാണെന്നുള്ളത് എല്ലാവരും ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും തനി സ്വഭാവം എന്താണെന്നും ഓരോ പാർട്ടികളുടെയും നിലപാട് എന്താണെന്നും അവരെന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും ഉള്ളത് വേടന്റെ വിഷയം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബുദ്ധിയുള്ള UDF-ഉം LDF-ഉം ഒക്കെ വേടനെ ചേർത്ത് പിടിച്ച് ബുദ്ധിയില്ലാത്ത BJP ഇപ്പോഴും കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. തറയെ ചാണകം മെഴുകുന്ന പോലെയാണ്, കരഞ്ഞങ്ങ് മെഴുകുകയാണ്. ഈ കരച്ചിൽ ആര് കേൾക്കാനാണ്? നമ്മുടെ വീട്ടിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടി കുരച്ചാൽ നമ്മൾ നോക്കും. അതേസമയം ഒരു തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടി കുരച്ചാൽ ആരെങ്കിലും വക വെക്കുമോ? അത് അവിടെ കിടന്ന് കുരച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ BJP RSS നിന്റെയൊക്കെ കാര്യം. നീയൊക്കെ കുരയ്ക്കാവുന്ന അത്രയും കുരച്ചോ. ഇവിടെ ആരും ഒരു പുല്ല് വില പോലും നിനക്കൊന്നും തരാൻ പോകുന്നില്ല. അടിമകളായി പോയല്ലോ, ചാണക സംഖ്യകളെ നീയൊക്കെ.